വായിൽ കപ്പലോടും മാങ്ങ ഇഞ്ചി അച്ചാർ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ഇഞ്ചിയാണ് ഇപ്പൊ നമ്മൾ വിളവെടുത്തതാണ്. പൊട്ടിക്കുമ്പോൾ കണ്ടോ ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. നല്ല മാങ്ങയുടെ സ്മെല്ലായിരിക്കും. അരിഞ്ഞെടുത്ത മാങ്ങ ഇഞ്ചി ഒരു ബൗളിലേക്ക് മാറ്റാം. വറുക്കലും പൊരിക്കലും ഒന്നുമില്ല, ഇൻസ്റ്റന്റ് മാങ്ങ ഇഞ്ചി അച്ചാറാണേ. 300 ഗ്രാം ഇഞ്ചി അരിഞ്ഞതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 4 അടപ്പ് വിനാഗിരി കൂടി ഒരു പുളിക്ക് വേണ്ടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി 10 മിനിറ്റ് നേരം വെച്ചേക്കാം. ഈ ഒരു അച്ചാർ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ രുചിയാണ്. ഇന്ന് നമുക്ക് സ്പെഷ്യൽ നെയ്ച്ചോറും നാടൻ കോഴി പെരട്ടും ഈ ഒരു അച്ചാറും സാലഡും ആണ്. അപ്പൊ നാടൻ കോഴി പെരട്ട് അടുപ്പിൽ ഇങ്ങനെ കിടന്നാവുന്നതേ ഉള്ളൂ. ശേഷം നമുക്ക് പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് പിച്ചി ചേർക്കാവുന്നതാണ്. ശേഷം നമ്മൾ മസാല പുരട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇഞ്ചി തട്ടി നന്നായിട്ട് യോജിപ്പിച്ച് കുക്ക് ചെയ്തെടുക്കണം. മാങ്ങ ഇഞ്ചിക്ക് ഒരു അല്പം വേവുണ്ട്. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ സ്ലോ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സംഗതി റെഡി. നെയ്ച്ചോറും നാടൻ ചിക്കൻ കോഴി പെരട്ടും സാലഡും ഇതിൽ നിന്ന് 1 സ്പൂൺ മാങ്ങ ഇഞ്ചി അച്ചാറുണ്ടെങ്കിൽ സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.